ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ ഒരു ചോക്ലേറ്റ് ക്രീം കേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. സാധാരണ സ്പൂണോ ഫോർക്കോ വിസ്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഒരുപാട് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കൊന്നും അല്ല ഉണ്ടാക്കുന്നത്, സാധാരണ കേക്കാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് പതഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത വെളിച്ചെണ്ണയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 1/2 കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇത് അരിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്റർ ഇത്തിരി ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുത്തത്. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിനാണ് ബാറ്റർ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി അവൻ സെറ്റപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 2 പഴയ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പാത്രവും ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഒരു ചെറിയ അടപ്പ് പാത്രവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നന്നായി ചൂടായതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറിൽ എണ്ണ തേച്ച് പാത്രത്തിൻ്റെ അകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തുള്ള എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടി ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം. പാത്രം ഇതുപോലെയൊന്ന് തട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഈ പാത്രത്തിനകത്തേക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുക്കാം. കേക്ക് റെഡിയായതിന് ശേഷം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മുൻപ് കേക്ക് വാങ്ങിച്ച ഒരു പാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ വീട്ടിലുള്ള ഒരു പാത്രത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. കേക്ക് റെഡിയാകുന്ന ടൈം കൊണ്ട് നമുക്ക് ക്രീമെല്ലാം റെഡിയാക്കി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3/4 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് 20 ഗ്രാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും 20 ഗ്രാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് റെഡിയായിട്ടുണ്ട്. ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. മാവ് അതിൽ പറ്റിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കേക്ക് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇത് തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിക്സ് ഇപ്പോഴാണ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായി മെൽറ്റായി ഒന്ന് കുറുകി വരണം. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വേറൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്ത് തിളപ്പിച്ച് തണുക്കാൻ വയ്ക്കാം. ഈ മിക്സും തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. കേക്കും തണുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് കേക്കിനെ പുറത്തെടുക്കാം. കേക്കിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര പാനിയിൽ ഇത് നന്നായി കുതിർന്ന് വരണം. കേക്ക് പഞ്ചസാര പാനിയെല്ലാം നന്നായി കുടിച്ച് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാം. 10 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ടും 10 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ഒരു ചെറിയൊരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ച്, അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതിനെ അലിയിച്ചെടുക്കണം. ഇത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. വിപ്പ് ചെയ്ത ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന പോലെ കുറച്ചുകൂടെ തിക്കായിട്ടാണ് അതിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലൂസായിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. കേക്കിൻ്റെ പുറത്തേക്ക് ഇത് നന്നായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലവറും ചോക്ലേറ്റും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത ആ മിക്സും കൂടെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ ക്രീം ഇട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു ലെയർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ചേർത്ത വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നല്ല കട്ടിയായിട്ടിരിക്കും. 2 ലെയറും കൂടെ മിക്സായി പോകില്ല. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ആകുന്ന രീതിയിൽ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്ന വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്ത ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നട്ട്സോ നമ്മുടെ ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ എന്താണോ നമുക്ക് ഇതുപോലെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഉറപ്പായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ക്രീം കേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.